നാം ദൈവത്തിന്റെ വചനം കേൾക്കുന്നവരാണ്, ദൈവത്തിന്റെ വചനം ശ്രദ്ധിക്കുന്നവരാണ്. മറ്റുള്ളവരുടെ ഉപദേശങ്ങൾ നാം കണക്കിലെടുത്ത് അതുപോലെ ജീവിക്കാൻ ശ്രമിക്കാറുണ്ട്. എന്നാൽ എനിക്ക് പറയാനുള്ളത്, ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാതത്തിൽ ഒരു തിരുവചന ചിന്തയുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ വീണ്ടും സർവശക്തനായ ദൈവം സഹായിച്ച വിധങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത വചന ചിന്തയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി നമുക്ക് ലഭിച്ചിരിക്കുന്ന തിരുവചന ഭാഗം മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായമാണ്. ഈ അധ്യായം നാം ആകമാനം ഒന്ന് പരിശോധിച്ചാൽ അതിൻ്റെ ആകത്തുക എന്ന് പറയുന്നത് കപട ഭക്തിക്കാരായ ശാസ്ത്രിമാരെയും പരീശന്മാരെയും സൂക്ഷിക്കണം എന്നുള്ള ഒരു ജാഗ്രത സന്ദേശം കർത്താവ് യേശു ശിഷ്യന്മാർക്കും ജനത്തിന് നൽകുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. പല ആവർത്തി യേശു പറയുന്ന അല്ലെങ്കിൽ അഭിസംബോധന ചെയ്യുന്ന ഒരു ഭാഗമുണ്ട്. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരും ആയുള്ളവരെ, നിങ്ങൾക്ക് ഹാ കഷ്ടം. ദൈവം ഏറെ വെറുക്കുന്ന ഒരു കാര്യമാണ് കപടഭക്തി എന്ന് പറയുന്നത്. എന്താണ് കപടഭക്തി? പുറമേ ഭക്തി കാണിക്കുകയും എന്നാൽ അകമേ ഭക്തിയില്ലാത്ത ഒരു ഹൃദയം, ഭക്തിയില്ലാത്ത ഒരു ജീവിതം. മറ്റുള്ളവരെ കാണിക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ളവരെ കാണിക്കുവാൻ ഭക്തിയുണ്ട്, എന്നാൽ സ്വന്തം ജീവിതത്തിൽ ആ ഭക്തിക്കനുസൃതമായ ഒരു ജീവിതം കാണുവാൻ കഴിയുന്നില്ല. ഇവിടെ കർത്താവ് യേശുവും ശാസ്ത്രന്മാരെ കുറിച്ചും പരീശന്മാരെ കുറിച്ചും അത് തന്നെയാണ് പറയുന്നത്. മറ്റുള്ളവർക്ക് വേണ്ടി അവർ ന്യായപ്രമാണം ഉപദേശിക്കുന്നു, മറ്റുള്ളവർക്ക് കൽപ്പനകൾ കൊടുക്കുന്നു, എന്നാൽ സ്വന്തം ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കാൻ അവർ ശ്രമിക്കുന്നില്ല, അവർക്കത് കഴിയുന്നില്ല. മറ്റുള്ളവരോട് ദശാംശം കൊടുക്കാൻ പറയുന്നു, മറ്റുള്ളവരുടെ ദൈവത്തിന്റെ വചനത്തിന്റെ പ്രാധാന്യത അവര് വിവരിക്കുന്നു, ദൈവത്തെക്കുറിച്ച് വിവരിക്കുന്നു, കൽപ്പനകൾ പ്രമാണിക്കണമെന്ന് വളരെ ശക്തമായ ഉപദേശം നൽകുന്നു, എന്നാൽ സ്വന്തം ജീവിതത്തിൽ അവർക്ക് അത് പ്രാവർത്തികമാക്കാൻ കഴിയുന്നില്ല. ഈ കൂട്ടർക്ക് സ്ഥാനമാനങ്ങളിൽ അതിയായ ആഗ്രഹമാണ്. കൂട്ടങ്ങളിൽ ചെല്ലുമ്പോൾ, സംഘങ്ങളിൽ ചെല്ലുമ്പോൾ മുഖ്യമായ സ്ഥാനം അവർ ആഗ്രഹിക്കുന്നു. ഇതെല്ലാം യേശു അവരെ കുറിച്ച് പറയുക. എന്നാൽ യേശു പറയുകയാണ്, അതല്ല നമുക്ക് ആവശ്യം, അതല്ല നിങ്ങൾക്ക് ആവശ്യം. നിങ്ങൾ ഈ പരീശന്മാരുടെയും ശാസ്ത്രന്മാരുടെയും ന്യായപ്രമാണം അനുസരിക്കാൻ തയ്യാറാകണം, എന്നാൽ അവരുടെ ജീവിതത്തെ നിങ്ങൾ അനുകരിക്കാൻ തയ്യാറാകരുത്. കാരണം അവരതുപോലെ ചെയ്യുന്നില്ല, പ്രവർത്തിക്കുന്നില്ല. എന്നെ കേൾക്കുന്ന ശ്രോതാക്കളെ, നമ്മുടെ ജീവിതത്തിൽ നാം ദൈവത്തിന്റെ വചനം കേൾക്കുന്നവരാണ്, ദൈവത്തിന്റെ വചനം ശ്രദ്ധിക്കുന്നവരാണ്. മറ്റുള്ളവരുടെ ഉപദേശങ്ങൾ നാം കണക്കിലെടുത്ത് അതുപോലെ ജീവിക്കാൻ ശ്രമിക്കാറുണ്ട്. എന്നാൽ എനിക്ക് പറയാനുള്ളത്, കർത്താവ് യേശുവിന്റെ ഈ വചനത്തിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുവാനുള്ളത്, നാം വചനം കേൾക്കുന്നതിനേക്കാൾ ഉപരിയായി അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്നവരായി തീരണം, അത് അനുസരിക്കാൻ തയ്യാറാകുന്നവരായി തീരണം. ഇവിടെ യേശു അതാണ് പറയുന്നത്, കപടഭക്തിക്കാരായ ശാസ്ത്രിമാരെയും പരീശന്മാരെയും പോലെ നിങ്ങളായി തീരരുത്. അവരനുസരിക്കുന്നില്ല, എന്നാൽ നിങ്ങൾ ദൈവത്തിന്റെ ന്യായപ്രമാണം അനുസരിക്കാൻ, ജീവിതത്തിൽ അത് ക്രമീകരിക്കാൻ നിങ്ങൾ തയ്യാറാകണം. ദൈവം അതാണ് നമ്മൾ ഓരോരുത്തരിൽ നിന്നും ആഗ്രഹിക്കുന്നത്. ദാവീദും പറയുന്നു, ദൈവമേ, കപടമില്ലാത്ത അധരങ്ങളിൽ നിന്നുള്ള എന്റെ പ്രാർത്ഥന കേൾക്കണമേ. 32-ാം സങ്കീർത്തനത്തിൽ വീണ്ടും പറയുകയാണ്, ആത്മാവിൽ കപടമില്ലാതിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അതെ, ആത്മാവിലെ കാപഢ്യം, അധരത്തിലുള്ള കാപഢ്യം, ഹൃദയത്തിലുള്ള കപടം, ഇതൊന്നും ദൈവം ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് ഈ നാളുകളിൽ കപടമില്ലാത്ത തുറന്ന ഒരു പുസ്തകമായി നമ്മുടെ ജീവിതത്തെ നമുക്ക് മാറ്റാൻ ശ്രമിക്കാം. നാം ഉപദേശിക്കുന്നവരായിട്ട് മാത്രമല്ല, ആ ഉപദേശം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ, ആ ഉപദേശം അനുസരിച്ചുള്ള ജീവിതം നയിക്കുവാൻ ദൈവങ്ങളിലേക്ക് നമ്മെ തന്നെ ഒന്നുകൂടെ സമർപ്പിക്കാം. നമ്മുടെ ജീവിതത്തിൽ ഇന്ന് പലക്കാലം ഒന്ന് ശോധന ചെയ്യാമോ? നാം മറ്റുള്ളവരെ ഉപദേശിക്കുന്നവർ മാത്രമാണോ, അതോ അതിനേക്കാൾ ഉപരിയായി ആ ഉപദേശത്തിന് കീഴ്പ്പെട്ട് അതനുസരിച്ച് മുന്നോട്ട് പോകുന്നവരാണോ? അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ വചനം പറയുന്നു, ദാവീദും ചേർന്ന് പറയുകയാണ്, കപടമില്ലാത്ത മനുഷ്യൻ ഭാഗ്യവാൻ. അഥവാ നമ്മുടെ ജീവിതത്തിൽ കപടമുണ്ടെങ്കിൽ, എവിടെയെങ്കിലും ദൈവത്തോടും മനുഷ്യരോടും കപടമുള്ള ഒരു ജീവിതമാണ് നയിക്കുന്നതെങ്കിൽ, ഇന്ന് പലകാലം തീരുമാനമെടുക്കാം, കർത്താവേ, ഞാൻ ആ കാപഢ്യം ഉപേക്ഷിച്ച് ദൈവത്തിന്റെ വചനം പൂർണ്ണമായി അനുസരിച്ച് മറ്റുള്ള മുമ്പിലും അകത്തും പുറത്തും
ഒരേപോലുള്ള ജീവിതത്തിനുടമയായി തീരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. ആത്മാവിൽ കപടമില്ലാത്തവരായി വിജയകരമായ നല്ലൊരു ക്രിസ്തീയ ജീവിതം നയിച്ച് ദൈവത്തിന് പ്രയോജനമുള്ള നല്ല മക്കളായി ജീവിക്കാൻ ദൈവത്തിന്റെ ആത്മാവ് ഈ വചനത്തിലൂടെ നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ചിന്തകൾക്ക് വിരാമം കുറിക്കുന്നു. ഇന്ന് പകൽക്കാലം ദൈവം നിങ്ങളെല്ലാവരും ധന്യമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.